നമസ്കാരം. ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. ഇതിന് കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റിയേക്കാൾ കൂടുതലായിട്ടുള്ള കലോറി അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്രമേണ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുകയും പിന്നീട് അത് ഒബേസിറ്റിക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് പ്രമേഹം, ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അവർ നിരന്തരമായിട്ടും ഈ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നതും പിന്നീട് വ്യായാമമില്ലായ്മയും അതോടൊപ്പം ഉറക്കം കുറയുന്നത് കാരണവും പിന്നെ സ്ട്രെസ്, ആങ്സൈറ്റി മൂലം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ പ്രവണത ചിലരിൽ കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് PCOD, സ്ത്രീകളിൽ പ്രത്യേകിച്ചും PCOD, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലെല്ലാം തന്നെ ഒബേസിറ്റിക്ക് കാരണമാകാറുണ്ട്. അതോടൊപ്പം നിരന്തരമായിട്ടുള്ള അവരുടെ ആക്ടിവിറ്റി കുറയുന്നതും അവർ കൂടുതൽ സമയങ്ങളിൽ ഒരേ പൊസിഷനിൽ ഇരിക്കുന്നതും എല്ലാം ഇതിന്റെ കാരണമായി കണ്ടുവരുന്നതും. ഇവരുടെ പ്രധാന ലക്ഷണങ്ങൾ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവുക, കിടക്കുമ്പോൾ ശ്വാസം കിട്ടാതിരിക്കുക, കൂർക്കം വലിക്കുന്ന പ്രവണത കൂടുക, അതോടൊപ്പം കൈകാലുകളിലെല്ലാം കളർ ചേഞ്ചസ് വരിക തുടങ്ങിയ അനേകം ലക്ഷണങ്ങളാണ്. അതായത് ഭയങ്കര ക്ഷീണമായിരിക്കും അവർക്ക്, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരിക. ഇവയെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. ഇതിനെ ശ്രദ്ധിച്ചു മുന്നേത് പ്രത്യേകിച്ചും അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോൺ വെജിന്റെ അമിത ഉപയോഗം, സ്പൈസി ആയിട്ടുള്ള ഫുഡുകളുടെ അമിത ഉപയോഗം കുറയ്ക്കുക, ഇതെല്ലാം ശ്രദ്ധിക്കുകയും വ്യായാമം ഇല്ലായ്മയിൽ നിന്ന് മാറി നല്ലൊരു ജീവിതശൈലി മെച്ചപ്പെടുത്തുകയും ഉറക്കം, നന്നായി വെള്ളം കുടിക്കുക, ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വെയിറ്റ് മാനേജ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതേപ്പറ്റിയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്.